ആഗോള സഭയിൽ സൗഖ്യത്തിന്റെ വെളിപ്പാടുകളെ നൽകിയ ആ തലത്തിലേക്ക് നമ്മെ സഞ്ചരിക്കുവാൻ സഹായമാക്കിയ ഒരു വ്യക്തിയെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ പാസ്റ്റർ പറഞ്ഞു. ജോൺ അലക്സാണ്ടർ ഡവി. സയോൺ സിറ്റി എന്ന് പറഞ്ഞ വലിയ ഒരു സിറ്റി പണിയുവാൻ ദൈവം തന്നെ തന്റെ കൈക്കീഴിൽ വളർന്ന തന്റെ ആത്മീയ മക്കളായ അനേകർ ഉണ്ടായിരുന്നു. സൗഖ്യത്തിന്റെ ശുശ്രൂഷകളെ അവരടുത്ത നിലവാരത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഉണ്ടായിത്തീർന്നു. ഇന്ന് പാസ്റ്റർ ജോൺ ജി ലേക്ക് എന്ന് പറഞ്ഞ ദൈവമനുഷ്യനെ കുറിച്ചാണ്. സൗഖ്യത്തിന്റെ അപ്പോസ്റ്റലും സൗഖ്യത്തിന്റെ ഒരു ജനറൽ, a general of God, John G. Lake, the apostle of healing. 1920 സ്പോക്കെയിൻ എന്ന് പറഞ്ഞ ഒരു പട്ടണത്തിൽ, വാഷിംഗ്ടൺ സ്റ്റേറ്റ് അമേരിക്കയിൽ ഒരു വാർത്ത പടരുവാൻ ഇടയായിത്തീർന്നു. അമേരിക്കയിലെ ഏറ്റവും സൗഖ്യമായിരിക്കുന്ന ഒരു പട്ടണം. പിന്നെ അവര് റിസർച്ച് ചെയ്തപ്പോഴാണ് അമേരിക്കയിൽ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും സൗഖ്യമായിരിക്കുന്ന ഒരു പട്ടണം സ്പോക്കെയിൻ, വാഷിംഗ്ടണിലുള്ള the healthiest city in America and in the world. 1920 ന്യൂസ്പേപ്പറുകളിൽ സ്പോക്കെയിൻ, വാഷിംഗ്ടൺ, USA, the healthiest city of America in the 1920s. അതിന് കാരണം എന്തായിരുന്നു? One man and his ministry and his church, and what happened through that apostolic. ജോൺ ജി ലേക്ക് സ്ഥാപിച്ച, സ്പോക്കെയിനിൽ സ്ഥാപിച്ച ആ ചർച്ചിന്റെ പേര് അപ്പസ്റ്റോളിക് ചർച്ച് എന്നാണ്. അപ്പസ്റ്റോളിക് ചർച്ച് ടാബർനക്കിൾ. 1915 നിന്നാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് താൻ അമേരിക്കയിലേക്ക് മടങ്ങി വന്ന് അവിടെ തന്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. 5 വർഷങ്ങൾ കൊണ്ട്, സ്തോത്രം ഹല്ലേലൂയ, ആ പട്ടണത്തിന്റെ മുഖഛായ മാറി. ഞാൻ പ്രവചിക്കുകയാണ്, ഈ ചരിത്രം പറയുമ്പോൾ സ്തോത്രം, നമ്മൾ ചരിത്രം ഒന്ന് കേൾക്കുവാൻ മാത്രമല്ല, സ്തോത്രം നമ്മിലൂടെ ഹല്ലേലൂയ, ഈ കാലഘട്ടത്തിൽ ഈ വചനം കേൾക്കുന്ന, ഈ ദൂത് കേൾക്കുന്ന ഹല്ലേലൂയ നിങ്ങളായിക്കോട്ടെ, ഹല്ലേലൂയ നിങ്ങളുടെ പട്ടണമായിക്കോട്ടെ, നിങ്ങളുടെ സ്ഥലമായിക്കോട്ടെ, അടുത്ത ദൈവിക ചലനത്തിനും അടുത്ത പേര് വീഴുന്ന ഹല്ലേലൂയ മാധ്യമങ്ങൾ ഹല്ലേലൂയ അത് ക്യാപ്ചർ ചെയ്യുന്ന 5 വർഷം കൊണ്ട് ജോൺ ജി ലേക്ക് തൻ്റെ സ്തോത്ര ശുശ്രൂഷകരും തൻ്റെ സഭയിലൂടെ പറഞ്ഞിരിക്കുന്നത്, അവിടെ താൻ ഡോക്യുമെന്റ് ചെയ്തതിന് 1 ലക്ഷം ആർക്കും വെരിഫൈ ചെയ്യുവാൻ പറ്റുന്ന, ആർക്കും അന്വേഷിച്ച് അത് സത്യമാണോ വ്യാജമാണോ ഉണ്ടാക്കി എക്സാജറേറ്റ് ചെയ്താണോ അറിയാൻ പറ്റുന്ന 1 ലക്ഷം ഡോക്യുമെന്റഡ് ചെറുതും വലുതുമായ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും. പിള്ളേർ കാണുന്നു, ചെകിട്ടർ കേൾക്കുന്നു, മുണ്ടർന്ന് നടക്കുന്നു, സ്തോത്രം, മാരാരോഗികൾ സൗഖ്യമാകുന്നു, ക്യാൻസറുകൾ സൗഖ്യമാകുന്നു, മുഴകൾ അപ്രത്യക്ഷമാകുന്നു, യൂട്രസ് ഓപ്പറേഷനിൽ ക്യാൻസർ ഒന്ന് എടുത്ത് മാറ്റിയവരുടെ യൂട്രസ് വീണ്ടും കിളിച്ചു വരുന്നു, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, മിറക്കിൾ ബേബി ഉണ്ടാകുന്നു. സ്തോത്രം. ജോൺ ജി ലേക്ക് ഹീലിംഗ് ഹോംസിനെ, സൗഖ്യത്തിന്റെ ഭവനങ്ങളെ താൻ സ്ഥാപിക്കുവാൻ ഇടയായി തീർന്നു. താൻ തന്റെ ശുശ്രൂഷകരെ സുവിശേഷം പറയുവാനും സൗഖ്യത്തിന്റെ ശുശ്രൂഷയിൽ ഡിവൈൻ ഹീലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ബൈബിൾ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ താൻ ഡിവൈൻ ഹീലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, താൻ ട്രെയിൻ ചെയ്യുന്ന തന്റെ ശുശ്രൂഷകരെ ഡിവൈൻ ഹീലിംഗ് ടെക്നീഷ്യൻസ്. ഇന്ന് ഹോസ്പിറ്റലിൽ നഴ്സുമാര്, ലാബറട്ടറി ടെക്നീഷ്യൻസ്, ഡോക്ടേഴ്സ് ഒക്കെ ജോലി ചെയ്യുന്ന പോലെ, ശുശ്രൂഷിക്കുന്ന പോലെ ജോൺ ജി ലേക്ക് ഇവരെയെല്ലാം വിശ്വാസത്തിന്റെ പാഠങ്ങളിലും അഭിഷേകത്തിലും ദൈവത്തിന്റെ സാന്നിധ്യത്തിലൊക്കെ അവരെ വളർത്തിയെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. സഭായോഗങ്ങൾ ആഴ്ചയിലിടയ്ക്ക് കാണും, ഞായറാഴ്ചയുണ്ട്. പക്ഷേ ഹീലിംഗ് ഹോമുകൾ അവിടെ പ്രവർത്തിക്കുക. ഡോക്ടർമാര്, നഴ്സുമാർ, ലാബറട്ടറി ടെക്നീഷ്യനും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഡോക്ടേഴ്സ് ഉപേക്ഷിച്ചത്, മരുന്നിന് ചികിത്സിക്കുവാൻ കഴിയാത്തത്, ഇൻവാലിഡ്സ് ആൻഡ് ഇൻക്യൂറബിൾസ് എന്ന് പറഞ്ഞ് എഴുതി തെളിഞ്ഞ് ഒരിക്കലും സ്തോത്രം ചാകാൻ വേണ്ടി വിട്ടിരിക്കുന്ന, മരിക്കാൻ വിട്ടിരിക്കുന്ന സ്തോത്രം അങ്ങനെയുള്ള വ്യക്തികൾ കേൾക്കും. സ്പോക്കെയിനിൽ ഇതുപോലെ ദൈവത്തിന്റെ സൗഖ്യം ശുശ്രൂഷിക്കുന്ന ഒരു കൂട്ടമുണ്ട്. 5 വർഷങ്ങൾ കൊണ്ട് രോഗശക്തികളുടെ ആധിപത്യത്തെ ആ ദൈവിക ശുശ്രൂഷ കൊണ്ട് തടയുവാൻ, തകർത്ത് കളയുവാൻ ദ ഹെൽത്തിയസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞ ഒരു പേര് വരുവാൻ ഇടയായിത്തീർന്നു. ഇങ്ങനെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെയും ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ഒരു അപ്പോസ്തലനായി, ഒരു ദൈവശക്തിയുടെ ഉടമയാക്കി ഈ വ്യക്തിയെ എങ്ങനെയാണ് ജോൺ ജി ലേക്ക് മാറുവാൻ കാരണം? 16 കുഞ്ഞുങ്ങളുള്ള ഒരു ഭവനത്തിലാണ് താൻ ജനിച്ചു വീണത്. ഒന്റാരിയോ, കാനഡയിൽ 1870 ജോൺ ജി ലേക്ക് ജനിച്ചു. കാനഡയിൽ ഒന്റാരിയോയിൽ ജനിച്ചു. മാതാപിതാക്കൾ നല്ല ആരോഗ്യമുള്ള 16 മക്കൾ. അവർ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു, മിഷിഗനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു, ജോലി സാധ്യതയ്ക്ക് വേണ്ടിയൊക്കെ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു. പക്ഷേ ജോൺ ജി ലേക്കിന്റെ ബാല്യകാലങ്ങൾ മൊത്തവും വീട്ടിൽ 8 കുഞ്ഞുങ്ങൾ രോഗം കൊണ്ട് മരിച്ചു. സഹോദരിമാരാണ്, തന്നോട് കൂടെ വളർന്നു വരികയാണ്. പക്ഷേ വ്യത്യസ്ത രോഗം കാരണം കുഞ്ഞുങ്ങൾ മരിക്കുകയാണ്. അപ്പോൾ വീട് എപ്പോഴും രോഗം മരണം, ഫ്യൂണറൽ, രോഗം മരണം, കുഴിച്ചിടുക, ശവസംസ്കാരങ്ങൾ നടത്തുക. 8 പേര് മരിച്ചു. ബാക്കിയുള്ള 8 പേരിൽ ജോൺ ജി ലേക്കിന് ഭയങ്കരമായ കഠിനമായ റുമാറ്റിസം, മരുന്ന് കഴിച്ച് അന്നത്തെ ചികിത്സ എടുത്തിട്ടൊന്നും ഭേദമാകാത്ത, പ്രവർത്തിക്കുവാൻ, എണ്ണിക്കുവാൻ, നടക്കുവാൻ കഴിയാത്ത സിവിയർ റുമാറ്റിസം, സന്ധിവാദം. ഒരു സഹോദരന് ഉള്ളിൽ ബ്ലീഡിങ്, മരിക്കാൻ കിടക്കുക.
ഇൻവാലിഡ്, പ്രയോജനശൂന്യമില്ലാതെ അപ്പനും അമ്മയും നോക്കണം. മൂന്നാമത്തെ ഒരു സഹോദരിക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ ആയി, അത് പടർന്ന് ഫംഗേറ്റ് ചെയ്ത് അളിഞ്ഞ് പൊട്ടി പഴുത്ത് വേറൊരു സൈഡിൽ. ജോൺ ജി ലേക്കിന്റെ ഉള്ളിൽ ആഴമായി രോഗത്തോടൊരു വെറുപ്പ്. അന്ന് ദൈവത്തിന്റെ വെളിപ്പാടൊക്കെ വിരളമാണ്. രോഗം ദൈവമാ തരുന്നത്. അത് സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് എന്ത് തന്നാലും നന്ദിയോടെ തന്നെ സ്വീകരിച്ച സ്തോത്രം മരിക്കുക. അന്നായിരുന്നു ദൈവവചനത്തിന്റെ വെളിപ്പാട് അത്ര വിരളമായിരുന്നു. താൻ പതുക്കെ ഒരു ബിസിനസ്മാനായി, റിയൽ എസ്റ്റേറ്റ് മാനായി. അപ്പോഴാണ് താൻ കേൾക്കുന്നത് ഷിക്കാഗോയിൽ ജോൺ അലക്സാണ്ടർ ഡവി പിൻകാലത്ത് തന്റെ ആത്മപിതാവായി ഈ മനുഷ്യനോട് ശുശ്രൂഷിക്കുന്നു. അവിടെ രോഗികൾ സൗഖ്യമാകുന്നു. അന്നത്തെ ഹോസ്പിറ്റലുകൾ നമുക്ക് ഇന്നുള്ളായിരിക്കുന്ന പോലെ നല്ല എല്ലാ മുക്കിനും കോർണറിനും എന്താ എവറി നുക്ക് ആൻഡ് കോർണർ ഇല്ല, എല്ലാ മൂലയ്ക്കും നമുക്ക് വലിയ ആശുപത്രികളാണ്. പ്രഗത്ഭരായ വൈദ്യന്മാർ, ഡോക്ടേഴ്സ് നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് രോഗസൗഖ്യത്തിൻ്റെ ഒന്നും വലിയ ആവശ്യം. പിന്നെ അവർക്കത് ചികിത്സ ഭേദമാക്കാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ, പിന്നെ നമ്മളങ്ങ് സമ്മതിക്കുക. പക്ഷെ അന്ന് മെഡിക്കൽ സയൻസ് ഡെവലപ്ഡ് അല്ല, സർജറി ഡെവലപ്ഡ് അല്ല. അതിന് മധ്യത്തിൽ ജോൺ അലക്സാണ്ടർ ഡവി സയോൺ സിറ്റിയിൽ ശുശ്രൂഷിക്കുന്നു, അനേകം സൗഖ്യമാക്കും. ജോൺ ചിന്തിച്ചു, ഞാനൊന്ന് പോകാം. ജോൺ ജിയിലേക്ക് അവിടെ പോകുകയാണ്. വലിയ ആൾക്കൂട്ടമാണ്. പക്ഷെ അതിന്റെ ശുശ്രൂഷിക്കുന്ന അവിടെ ശുശ്രൂഷിക്കുന്ന ജോൺ ഡവിക്ക് വന്ന് പ്രാർത്ഥിക്കാനും സമയം കിട്ടിയില്ല. ആ ശുശ്രൂഷകരിൽ ഒരു പ്രായമായ അപ്പച്ചൻ വാതിക്കൽ നിൽക്കുകയായിരുന്നു. തനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഡവിയും തന്റെ ശിഷ്യന്മാരെ ട്രെയിൻ ചെയ്തതുകൊണ്ട് ഈ അപ്പച്ചൻ ജോണിന്റെ മേൽ കൈവച്ചു. താൻ സൗഖ്യമായി. ക്ഷണത്തിൽ വർഷങ്ങളായി നീണ്ടുനിന്ന സന്ധിവാദം ഒരു സ്പർശനത്തിൽ ജോണിന്റെ ഉള്ളിൽ. അങ്ങനെ ജോൺ തന്റെ സഹോദരനെ ബ്ലീഡിംഗ് ആയി മരിക്കാൻ കിടക്കുന്ന ജോൺ തന്റെ സഹോദരനെ കൊണ്ടുവന്നു, തന്റെ സഹോദരി കൊണ്ടുവന്നു. ജോൺ അലക്സാണ്ടർ ഡവിയുടെ സ്തോത്രം ഹല്ലേലൂയ ആ സഭാ അന്തരീക്ഷത്തിൽ സ്തോത്രം ഹല്ലേലൂയ അവർ രണ്ടുപേരും സൗഖ്യമായി. ഇത് സാധാരണ സൗഖ്യങ്ങളല്ല. ഈ മനുഷ്യർ യഹോവ റാഫയായ വൈദ്യന്മാരിൽ വൈദ്യനായ യേശുവിന്റെ സൗഖ്യ ശുശ്രൂഷയും അത്ഭുതത്തിന്റെ ശുശ്രൂഷയും വിടുതൽ ശുശ്രൂഷകൾക്ക് പ്രാധാന്യം കൊടുത്ത് അവരൊരു അന്തരീക്ഷം ആ കരം ഉയർത്തി. They created an atmosphere of the presence and of the anointing. Hallelujah. വിടുതൽ സൗഖ്യമൊക്കെ പ്രാപിച്ചു. തിരിച്ച് ജോൺ ജിയിലേക്ക് തന്റെ ബിസിനസ്സിലേക്ക് പോകുകയാണ്. വിവാഹിതനായി ജെന്നി എന്ന് പറഞ്ഞ ഒരു സഹോദരിയുമായി വിവാഹിതനായി. അവർക്ക് 7 മക്കളായി. അതിനിടയ്ക്ക് ജെന്നിക്ക് കഠിനമായ ഒരു രോഗം ബാധിച്ചു. തന്റെ ഹൃദയം ഫെയിലായി. ഇടയ്ക്കിടയ്ക്ക് തലകറങ്ങി താഴെ വീഴും, മരിക്കാൻ പോകുന്ന പോലെ. അന്ന് ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയാത്ത ട്യൂബർക്കുലോസിസ് TB അസുഖം പിടിച്ചു. പഴയ സമയത്ത് ക്യാൻസർ പോലെ TB കവർന്ന് തിന്നുകയാണ്. തന്റെ കണ്ണിന്റെ മുമ്പിൽ തന്നെ തന്റെ ഭാര്യ ഇഞ്ചിഞ്ചായി മരിക്കുകയാണ്. ജോൺ അലക്സാണ്ടർ ഡവിയോടെ പോയതാണ് നേരത്തെ. പക്ഷേ ജീവിതത്തിന്റെ ഓരോ യാത്രയിൽ അങ്ങ് മുമ്പോട്ട് പോവുകയാണ്. വലിയ നിലവാരത്തിൽ ഒരു ബിസിനസ്മാനായി, ഒരു സക്സസ്ഫുൾ ബിസിനസ്മാനായി, ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന വലിയ ഒരു ബിസിനസ്മാനായി ജോൺ ജിയിലേക്ക് മാറി. തന്റെ ഭാര്യയുടെ വിഷയം വന്നപ്പോൾ താൻ ഭയങ്കരമായി വിഷമിച്ചു. Why God? Why? എല്ലാവരും പറഞ്ഞു, ജോൺ നീ ഒത്തിരി ഭാരപ്പെടരുത്. ഇതെല്ലാം നമ്മുടെ തലയെഴുത്താണ്, തലയിലുള്ള എഴുത്താണ്. എന്ത് ചെയ്യാൻ പറ്റും? സ്തോത്രം ഹല്ലേലൂയ. നീ ഇങ്ങനെ അങ്ങ് അതിന്റെ പുറകെ പിടിച്ചു നിൽക്കാതെ come to reality. നീ മരിച്ചു പോകും. 7 കുഞ്ഞുങ്ങളെ നോക്കണം, വീണ്ടും ഒരു വിവാഹമൊക്കെ കഴിച്ച്. അപ്പോൾ അതുകൊണ്ട് നീ ഇങ്ങനെ വിഷമിക്കാതെ, ഭാരപ്പെടാതെ. സ്തോത്രം. പക്ഷേ താൻ ഈ ജോൺ ജിയിലേക്ക് അലക്സാണ്ടർ ഡവിയുടെ ശുശ്രൂഷകളിൽ പോയി ദൈവത്തിന്റെ ചില കാര്യങ്ങൾ അവിടെ എവിടെയും കത്തിയത് കൊണ്ട് തന്റെ ഹൃദയത്തിൽ എവിടെയോ അന്ന് വീണ്ടും സ്തോത്രം വളരെ വിഷമിച്ച് ജന്നി മരിക്കാൻ കിടക്കുകയും അതിന്റെ മധ്യത്തിൽ താൻ വിഷമിച്ച് നിരാശപ്പെട്ട് വീണ്ടും തന്റെ കയ്യിലിരുന്ന ബൈബിൾ താൻ വെറുതെ എടുത്ത് അങ്ങ് എറിഞ്ഞു. ചെന്ന് വീണത് നമ്മൾ പറയത്തില്ലേ സ്തോത്രം, കറക്കി ബൈബിൾ തുറക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ടോ ആരെങ്കിലും? ജോൺ ജി ലേക്കിന്റെ ഭാഷയിൽ ഇതൊന്നും ശരിയല്ലെങ്കിലും അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തികൾ 10-38 വാക്യത്തിലേക്ക് തന്റെ ആത്മപിതാവായ ജോൺ അലക്സാണ്ടർ ഡവിയെ ദൈവം ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ ഉപയോഗിച്ച അതേ വാക്ക് പരിശുദ്ധാത്മാവ് തന്നോട് ഹേമിക്കുവാൻ. എങ്ങനെ നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും യേശു നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ how God anointed Jesus of Nazareth with the Holy Spirit and power, and how he went about doing good and healing everyone who were oppressed of the devil. തന്റെ ഹൃദയത്തിൽ ഒരു കാര്യം കൂടെ കത്തി. അതിന് അടുത്ത് എഴുതിയിരിക്കുന്ന സ്തോത്രം യേശുവിന് ചെയ്യുവാൻ കാര്യം ദൈവം യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. യേശുവിനെ അഭിഷേകം ചെയ്തു. അഭിഷേകത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകളില്ല, പക്ഷെ ആ വചനം പരിശുദ്ധാത്മാവ് യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തു. ദൈവം യേശു. അപ്പോൾ ജോൺ ജിയിലേക്ക് സ്തോത്രം താൻ വിശ്വസിക്കുകയാണ്, താൻ പ്രാർത്ഥിക്കുകയാണ്. തന്റെ ഹൃദയത്തിന്റെ കണ്ണു തുറന്നു. രോഗം ദൈവത്തിൽ നിന്നല്ല. My eyes opened for the first time and I saw that sickness was not from God. രോഗം ദൈവത്തിൽ നിന്ന് അല്ല, രോഗം പിശാചിന്റെ ഒരു പ്രവൃത്തിയാണ് എന്നെ ഹൃദയം തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം വെറുപ്പ് കൊണ്ടും ദേഷ്യം കൊണ്ടും പിശാചിന് എതിരായുള്ള വൈരാഗ്യം കൊണ്ട് നിറഞ്ഞു.
പിന്നെ താൻ സ്തോത്രം ഒത്തിരി പ്രാർത്ഥിച്ച് താൻ വീട്ടുകാരെ എല്ലാം വിളിച്ച് ജോൺ അലക്സാണ്ടർ ഡവിക്ക് സ്തോത്രത്താനെ കാര്യങ്ങളെല്ലാം ഇൻഫോം ചെയ്ത് എൻ്റെ ജെന്നി മരിക്കുകയാണ്. പക്ഷേ ഡവി, ഹല്ലേലൂയ, ഞാൻ എൻ്റെ കൈവയ്ക്കും, താങ്കൾ കൈവയ്ക്കുന്ന പോലെ എൻ്റെ ഭാര്യയുടെ മേൽ ഞാൻ കൈവയ്ക്കും. അവൾ മരിക്കാറായി. രോഗവ്യാധികൾ കൊണ്ട് കൊല്ലുന്നത് ദൈവമല്ല, പിശാചാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ജോൺ അലക്സാണ്ടർ ഡവി സാർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കൂട്ടി സ്തോത്രം, ഹല്ലേലൂയ. താൻ വിശ്വസിച്ചു. തന്റെ കരം ജെന്നിയുടെ മേൽ, ദൈവശക്തി ജെന്നിയുടെ മേൽ വീണു. അവൾ ക്ഷണത്തിൽ സൗഖ്യമായി. അങ്ങനെ വലിയൊരു ദൈവപ്രവൃത്തി സംഭവിച്ചപ്പോൾ പിന്നെ സ്തോത്രം താൻ സൗഖ്യത്തിന്റെ ശുശ്രൂഷ ഇതെല്ലാം കേട്ട് അയൽക്കാരെല്ലാം കേട്ട് സ്തോത്രം രോഗികളെല്ലാം ജോണിന്റെയും ജെന്നിന്റെ അടുത്ത് അവർ സൗഖ്യമാക്കുകയാണ്. കുറച്ച് സൗഖ്യത്തിന്റെ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോയപ്പോൾ അവർക്ക് മനസ്സിലായി അത്ര എളുപ്പമല്ല സൗഖ്യം ശുശ്രൂഷിക്കുവാൻ. പല തടസ്സങ്ങൾ, പലര് സൗഖ്യമാകാതിരിക്കുന്നു. അപ്പൊ അങ്ങനെ അവർ തീരുമാനിക്കുകയാണ്. 1901 തൊട്ട് 1906 5 വർഷങ്ങൾ അവർ ജോൺ അലക്സാണ്ടർ ഡവിയുടെ സയോൺ പട്ടണം, സിയോൺ സിറ്റിയിൽ ആ ദൈവദാസന്റെ കൈക്കീഴിൽ ശുശ്രൂഷ ചെയ്തും അവിടെ നിന്ന് ദൈവത്തിന്റെ കാര്യങ്ങൾ പഠിച്ചും ആ ശുശ്രൂഷകൾക്ക് കൈത്താങ്ങൽ കൊടുത്ത് ജോൺ അലക്സാണ്ടർ ഡവി ദൈവത്തിന്റെ അസാധാരണ അത്ഭുതത്തിന്റെയും സൗഖ്യത്തിന്റെയും മനുഷ്യനായി മാറി. 1906 അസൂസയിൽ പെന്തക്കോസ്തിന്റെ ഉണർവ് ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ആത്മശക്തി ആഴമായി പകരപ്പെടുന്നു. ജോണും FF ബോസ്വർത്ത് സ്തോത്രം, ഈ ശിഷ്യന്മാർ, ഡവിയുടെ ശിഷ്യന്മാർ അവിടെയും കടയുന്നു. അവിടെയും പോയി വില്യം ജെ സെയ്മോർ എന്ന അതേ മനുഷ്യനാണ് സ്തോത്രം. അവിടെയും ഹീലിംഗ് ഈസ് നോട്ട് ഓൾവേസ് എ മാറ്റർ ഓഫ് പ്രേയിങ്, ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഒബേയിങ്. ഹല്ലേലൂയ. സൗഖ്യത്തിന്റെ ശുശ്രൂഷകളെ ഭയങ്കര ഹൈ നിലവാരത്തിൽ കൈകാര്യം ചെയ്ത ഈ ദൈവ മനുഷ്യൻ പറയുക, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാം സൗഖ്യം. Healing is not always a matter of praying. Hallelujah. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാ പോരാ. ഈ സ്തോത്രം, ഹല്ലേലൂയ, രക്തസ്രാവക്കാരി സ്ത്രീ, she walked into her miracle. Today somebody walk into your miracle. നിങ്ങൾ വചനം കേട്ടു, കർത്താവ് ചെയ്ത സൗഖ്യത്തിന്റെ ആ ദൈവത്തിന്റെ മെസ്സേജ് കേട്ടു. ജോൺ ജി ലേക്ക്, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് താൻ ശുശ്രൂഷകൾക്ക് വേണ്ടി സമർപ്പിച്ചു. അസൂസയിൽ പരിശുദ്ധാത്മാവിന്റെ പെന്തക്കോസ്തിന്റെ അടുത്ത നിലവാരത്തിൽ തന്റെ മേൽ ആത്മാവിന്റെ വലിയ പകർച്ചകൾ നടന്നു. അത് കഴിഞ്ഞ സ്തോത്രം താൻ ദൈവത്തിൽ നിന്നൊരു വിളി ലഭിക്കുകയാണ്. ജോൺ ജി ലേക്ക്, പരിശുദ്ധാത്മാവ് സംസാരിക്കുക, നീ നിന്നെ തന്നെ ഒഴുക്ക്. I want to send you to South Africa. സൗത്ത് ആഫ്രിക്കയിൽ നിന്നെ ഒരു മിഷണറിയായി എനിക്ക് അയക്കാൻ നിയോഗമുണ്ട്. 7-8 മാസം താൻ പ്രാർത്ഥനയിലും ഉപവാസത്തിലും, 8-9 മാസം താൻ പ്രാർത്ഥനയിലും ഉപവാസത്തിലും താൻ തന്നെ ഒരുക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 1908 തന്നെ സൗത്ത് ആഫ്രിക്കയിൽ കൊണ്ടുപോയി 5 വർഷം അവിടെ ശുശ്രൂഷിച്ചു. അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ ആത്മപകർച്ചകൾ സൗത്ത് ആഫ്രിക്കയുടെ സ്തോത്ര സ്പിരിച്വൽ ക്ലൈമറ്റിനെ മാറ്റിമറിക്കുന്ന, കീഴ്മേൽ മറിക്കുന്ന വലിയ വിപ്ലവകരമായ ദൈവപ്രവർത്തികൾ ഈ ദൈവദാസനിലൂടെ നടക്കുവാൻ, സുവിശേഷത്തിന്റെയും സൗഖ്യം ശുശ്രൂഷിക്കുന്ന 1250 ശുശ്രൂഷന്മാരെ, 625 സഭകളെ, 100,000 ആത്മാക്കളെ കർത്താവിന് നേടുവാൻ, ലക്ഷക്കണക്കിന് സൗഖ്യത്തിന്റെ മിറക്കിൾ സാക്ഷ്യങ്ങൾ. ജോൺ ജി ലേക്ക് 1912 സ്തോത്രം, തന്റെ ആദ്യത്തെ വൈഫ് ജെന്നി സ്തോത്രം ശുശ്രൂഷകൾക്ക് നീണ്ട സമയങ്ങൾ താൻ വീട്ടിൽ നിന്നൊക്കെ പോകും. അതിനിടയ്ക്ക് സ്തോത്രം 1000കണക്കിന് ആൾക്കാർ വീട്ടിലുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പരാജയമാണ് തനിക്ക് തൻ്റെ കുടുംബത്തെയും തൻ്റെ ഭാര്യയും മക്കളെ നോക്കുവാൻ സമയമില്ല. താൻ അത്രമാത്രം ശുശ്രൂഷയിൽ മുഴുകിപ്പോയതുകൊണ്ട് അത് തൻ്റെ ഹൃദയത്തിന് വലിയൊരു വേദനയായി. താൻ ശുശ്രൂഷകൾ ദൂരെ നിൽക്കുമ്പോൾ തനിക്ക് ഒരു മെസ്സേജ് കിട്ടിയാണ്, ജെന്നി മരിച്ചുപോയി. തൻ്റെ അടുത്ത് വരെ സ്തോത്രം ആ മെസ്സേജ് എത്തുമ്പോഴത്തേക്ക് ഒത്തിരി താമസിച്ചു. 1912 15 3 വർഷം താൻ അമേരിക്ക ഒത്തും ചുറ്റി ശുശ്രൂഷിച്ചു. 1915 സ്പോക്കനിൽ വന്ന് വീണ്ടും തൻ്റെ ശുശ്രൂഷകൾ സ്ഥാപിച്ചു. The healthiest city in the world. ദൈവിക സൗഖ്യത്തിന്റെ വലിയ നിലവാരം ഈ ദൂതുകൾ കൈമാറുമ്പോൾ ഒരു ഹീലിംഗ് മിറക്കിൾ ഫെസ്റ്റ്, a festival of miracles and healings. രോഗശക്തികളുടെ ആധിപത്യത്തെയും തകർക്കുവാനുള്ള ഒരു ദൈവിക അധികാരവും അഭിഷേകവും ദൈവം പകരുവാൻ ആഗ്രഹിക്കുകയാണ്.